ഈ പ്രാവശ്യം ഇവിടെ BJP ജയിക്കുള്ളൂ. വേറൊരാളും ജയിക്കില്ല. പിണറായി വിജയനോട് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറയും. സുരേഷ് ഗോപിയുടെ സാധ്യതകൾ എങ്ങനെ വിലയിരുത്തുന്നു? നല്ല സാധ്യത, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നല്ല ജയിക്കും, 100% ഉറപ്പാണ് വെച്ചു. കോൺഗ്രസിന്റെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലേക്ക് അവരെ നൂലെ കെട്ടി ഇറക്കുന്ന രീതിയിൽ ഇറക്കിയിട്ടുണ്ട്. അത് സുരേഷ് ഗോപിക്ക് ദോഷം ചെയ്യുമോ, അല്ലെങ്കിൽ വിജയ സാധ്യതകളെ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. അതുകൊണ്ടൊന്നും ഒരു മുരളീധരനല്ല, സുനിൽകുമാരൻ തന്നെ ഏറ്റു വന്നാലും ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. സുരേഷ് ഗോപി 50% ഇപ്പോൾ ജയിച്ചിരിക്കും. പൂർണ്ണ വിശ്വാസമാണ് സുരേഷ് ഗോപി ജയിക്കുന്നുള്ള കാര്യത്തിൽ? പൂർണ്ണ വിശ്വാസം, 100% ഉറപ്പ് വിജയിച്ചിരിക്കും. അതിൽ യാതൊരു തർക്കം വേണ്ട. അത് ഇനി ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വോട്ട് എണ്ണണമെന്ന് അറിയാം ആൾക്കാർക്ക്, ജനങ്ങൾക്കറിയാം. തൃശ്ശൂർ താമര വിരിയുന്നതാണ്, താമര വിരിഞ്ഞിരിക്കും ഉറപ്പായിട്ടും. തൃശ്ശൂരിൽ താമര വിരിയുന്നത് തന്നെയാണോ അഭിപ്രായം? കേരളത്തിൽ ആദ്യമായിട്ട് താമര വിരിയാൻ പോകുന്നത് തൃശ്ശൂരാണ്. അത് കഴിഞ്ഞ തിരുവനന്തപുരത്ത്. തൃശ്ശൂര് കഴിഞ്ഞ എവിടെയായിരിക്കും സാധ്യത കൂടുതല്? സാധ്യത ഞങ്ങളിപ്പോ ഒരു 4-5 സ്ഥലത്ത് ഉണ്ട്. പത്തനംതിട്ട ഉണ്ട്, അതേപോലെ തന്നെ തിരുവനന്തപുരം, പാലക്കാട്, തൃശ്ശൂര്, പിന്നെ ആലപ്പുഴ, അങ്ങനെയൊക്കെ പ്രതീക്ഷകളുണ്ട്. എന്നാലും നമ്മളിപ്പോ നിൽക്കുന്നത് ആലത്തൂര് മണ്ഡലത്തിലാണ്. ഇവിടത്തെ നമ്മുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സരസ്വതി ടീച്ചറാണ്. സരസ്വതി ടീച്ചറുടെ സാധ്യതകൾ എങ്ങനെ വിലയിരുത്തുന്നു? അവിടെ സാധ്യത നല്ല ഒരു ഇതിലാണ് നിൽക്കുന്നത്. സാധ്യത ജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. കേരളത്തില് താമര വിരിയുമോ? കേരളത്തിലല്ലേ 10 മേടിക്കുന്ന ഞങ്ങളെ പ്രതീക്ഷ. തീർച്ചയായിട്ടും. പിന്നെ സംശയം എന്താ മേഡം? ഉറപ്പ് തന്നെയാണ്, ഒരു സംശയമില്ല. യാതൊരു ഡൗട്ടും ഇല്ല. ഇവിടുത്തെ കാര്യത്തില് കേരളത്തില് തൃശ്ശൂരിലായാലും ആലപ്പുഴയിലായാലും ആലത്തൂർ മണ്ഡലത്തിലായാലും താമര വിരിയും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടോ? ഉറപ്പുണ്ട്, നല്ല ഉറപ്പുണ്ട്. 100% വിശ്വാസം. 100% വിശ്വാസമുണ്ട്. ഞങ്ങള് വർക്ക് ചെയ്ത പ്രവർത്തകരാ. അപ്പൊ അതിന്റെ ബേസിലാണ് ഞങ്ങൾ സംസാരിക്കണേ. തീർച്ചയായിട്ടും നല്ല ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. ആ വർക്ക് ചെയ്തതിന്റെ ബേസിലാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ താമര വിരിയും. ഇത് 4ാമത്തെ പ്രാവശ്യം. ഞാൻ കോയമ്പത്തൂര് 2 പ്രാവശ്യം കണ്ടു, തൃശ്ശൂര് കണ്ടു, ഇപ്പൊ ഇവിടെ കണ്ടു. തൃശ്ശൂരിലെ സാധ്യത എങ്ങനെ വിലയിരുത്തുന്നു? തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുന്ന. മുരളീധരന്റെ വരവ് പെട്ടെന്നുള്ള ഒരു വരവായിരുന്നു. മുരളീധരന്റെ വരവ് തൃശ്ശൂരിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? എല്ലാ വിജയങ്ങളായിട്ട് വരട്ടെന്നാ വിചാരിക്കുന്നത്. അപ്പൊ മുരളീധരന്റെ വരവ് സുരേഷ് ഗോപിയുടെ വിജയത്തെ ബാധിക്കില്ല? എനിക്ക് അത്ര അറിയില്ല. സുരേഷ് ഗോപി ജയിക്കണം, ഈ അമ്മ ജയിക്കണം. നാടിന് നന്മയ്ക്ക് സുരേഷ് ഗോപി ജയിക്കണം. ചേച്ചി നമസ്കാരം. മോദിജിയെ കാണാൻ വന്നിരുന്നു, പ്രധാനമന്ത്രി കാണാൻ. ഏത് മണ്ഡലത്തിലെ വോട്ടറാ? ഇവിടെ ആലത്തൂര്. ഇപ്പോൾ ആലത്തൂർ മണ്ഡലം രാജ്യം മുഴുവൻ അറിയപ്പെടുന്ന മണ്ഡലമായിട്ട് മാറിയിരിക്കുകയാണ്. മോദിജിയുടെ ഒരു ഇവിടുത്തെ സ്ഥാനാർത്ഥിയുമായിട്ട് സംസാരിച്ച് എത്രത്തോളം പ്രതീക്ഷ BJP? തോന്നുന്നില്ല. ഈ ഇവിടുത്തെ സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി എങ്ങനെ BJP-യുടെ? അറിയില്ല, അതിനെ കുറിച്ച് എനിക്ക് അത്ര അറിയില്ല. സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥിയാണ്. BJP-ക്ക് സാധ്യത ഉണ്ടോ? സാധ്യത കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ. CPM-ന്റെ കോട്ടയാണത്. വോട്ടുള്ള ഏരിയയാണ്. പക്ഷേ BJP വോട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ? വോട്ട് പിടിക്കും, കണ്ടമാനം പിടിക്കും, പ്രാവശ്യത്തിൽ പിടിക്കും. നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. ഇപ്പോൾ സുരേഷ് ഗോപി തൃശ്ശൂരാണല്ലോ മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ചത് വിജയിക്കാൻ സാധ്യതയുണ്ട്. നല്ല സാധ്യതയുണ്ട്. വിജയിക്കണമെന്നാണ് ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം കഴിവാണ്. നമുക്ക് ആവശ്യമുള്ളതാണ് നമുക്ക് തരേണ്ടത്, അല്ലാണ്ട് രാഷ്ട്രീയമല്ല നമ്മൾ നോക്കണത്. ഇപ്പോൾ കെ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്, തൃശ്ശൂർ സ്ഥാനാർത്ഥിയായിരിക്കുന്നത് സുരേഷ് ഗോപിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ്. അതത്ര തന്നെയുള്ളൂ. VS സുനിൽകുമാറിനെ പറ്റി ഇല്ല. പാർട്ടി ഇതിൽ നോക്കുമ്പോൾ നമുക്ക് താല്പര്യമില്ല. ആളൊരു MP ആവാനുള്ള യോഗ്യതയുള്ള ആളാണ്. അല്ല. കഴിഞ്ഞ ഒരു 5 വർഷത്തെ TN പ്രതാപൻ MP-യുടെ പ്രവർത്തനം സംബന്ധിച്ചെന്താ? നമുക്കങ്ങനെ കൂടുതലറിയില്ല. ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ? നമസ്കാരം. എങ്ങനെയുണ്ട് ചേട്ടാ ഇവിടെ BJP-യുടെ പ്രവർത്തനങ്ങളൊക്കെ? നല്ല എനിക്ക് പോകുന്നുണ്ട്. ചേട്ടൻ ഏത് മണ്ഡലത്തിലെ വോട്ടറാണ്? ആലത്തൂർ മണ്ഡലം. ഇവിടുത്തെ BJP-യുടെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, അവർ ഇത്തവണ വോട്ട് കൂടുതൽ പിടിക്കാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ വിജയിക്കാനുള്ള സാധ്യത? വിജയിക്കാൻ സാധ്യതയില്ല, വോട്ട് കൂടുതൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ആര് വിജയിക്കാനുള്ള സാധ്യത? അടുത്ത വർഷമാണോ വലത് വർഷം? അത് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ മത്സരമാണ് രണ്ടുപേരും. BJP വോട്ട് പിടിക്കുന്നത് പോലെ ഇരിക്കും. അതുപോലെ ഇരിക്കും.
ഇപ്പോൾ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ആളെ വിജയിക്കാൻ സാധ്യത സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ കഴിഞ്ഞ 5 വർഷത്തെ MP ഉണ്ടല്ലോ TN പ്രതാപൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചെന്താ അഭിപ്രായം? അങ്ങനെ അതിൽ കൂടുതൽ സുരേഷ് ഗോപി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു മണ്ഡലത്തിൽ. മോദിയെ കണ്ടോ? ആ കണ്ടു സന്തോഷമായോ? സന്തോഷമായി. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ സാധ്യതകൾ എങ്ങനെയുണ്ട്? സുരേഷ് ഗോപി തീർച്ചയായിട്ടും ജയിക്കും. ഉറപ്പായിട്ടും ജയിക്കും അല്ലേ? ചേട്ടാ കണ്ടിരുന്നോ മോദി? കണ്ടു സാധ്യതയുണ്ടോ മോദിക്ക്? പിന്നെ എന്ത് സംശയം? 100% ഉറപ്പ്. സുരേഷ് ഗോപി എങ്ങനെയാ? സുരേഷ് ഗോപി ഇവിടെ ജയിക്കും, ഉറപ്പാണ്, ഒരു സംശയമില്ല. സംശയം വേണ്ട, ഉറപ്പ്. ചേട്ടാ എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് സംശയമില്ല. 100% ഉറപ്പാണ് വിജയം. സുരേഷ് ഗോപിക്ക് 100% ഉറപ്പാണ്. ചേട്ടാ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? സുരേഷ് ഗോപി ചെയ്തുള്ള നല്ല കാര്യങ്ങൾ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ എല്ലാ ജനങ്ങൾക്ക് അറിഞ്ഞൂടാ. ഉദാഹരണം, ശക്തനിൽ 1 കോടി രൂപ തോറ്റാലും ജയിച്ചാലും 18 ആൾ ചെയ്തിട്ടുണ്ട്. ജയിച്ചു പോയ MP ചെയ്തിട്ടില്ല. പിന്നുള്ള ഇപ്പൊ നിൽക്കുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, നമ്മളുടെ ഇപ്പൊ നിൽക്കുന്ന K മുരളീധരൻ തൃശ്ശൂർക്കാരൻ, പിന്നെ സുനിൽകുമാർ തൃശ്ശൂർക്കാരൻ, പിന്നെ TN പ്രതാപൻ തൃശ്ശൂർക്കാരൻ, ഇവരൊന്നും പ്രതികരിച്ചിട്ടില്ല. 18 കിലോമീറ്റർ നടന്ന് പ്രതികരിച്ച് ഈ പൈസക്ക് മേടിച്ചു കൊടുത്ത് കേസൊക്കെ കൊണ്ടുവന്ന് ആരാ? സുരേഷ് ഗോപി. ഈ ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങൾക്ക് ജനപ്രതിനിധി എന്ന് പറഞ്ഞ വ്യക്തി ജനങ്ങൾക്ക് സേവനം, രാഷ്ട്രത്തിന് സേവനമുള്ള വ്യക്തിയാണ് വേണ്ടത്. അതാണ് സുരേഷ് ഗോപി. ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാ ഉറപ്പാണ് 100% വിജയം. ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ തട്ടിപ്പിനായിട്ടുള്ള ആളുകൾക്ക് എന്തെങ്കിലും സഹായം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ? ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപി നേരിട്ട് പോയിട്ട് ഓരോ വീട്ടുകളിൽ പോയി നേരിട്ട് കണ്ട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക്. അല്ലാണ്ട് വേറൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇല്ല, സുരേഷ് ഗോപി മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുരേഷ് ഗോപി മാത്രമേ ചെയ്തിട്ടുള്ളൂ. സുരേഷ് ഗോപിക്ക് അല്ല 100% ജയം. പറയൂ. എങ്ങനെയുണ്ട്? BJP ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ ആലത്തൂര്? തീർച്ചയായിട്ടും സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് വന്നിക്കണേ. മോദിജിയാരനൊരു ശ്രദ്ധേയമായിട്ടുള്ള മണ്ഡലമായിട്ട് മാറിയില്ല ആലത്തൂര്? മാറി. സുരേഷ് ഗോപിയുടെ സാധ്യത ഇറങ്ങുന്നുണ്ട്? നല്ല സാധ്യത ഉണ്ട്. ജയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ K മുരളീധരൻ തൃശ്ശൂർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായല്ലോ. നേമത്ത് BJPക്ക് സീറ്റ് നഷ്ടപ്പെടാനുള്ള സാധ്യത അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം നിലവിലുണ്ടോ തൃശ്ശൂർ? ഇവിടെ K മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടി നിർത്തിയെന്ന് ഞങ്ങൾക്ക് തോന്നണത് കോൺഗ്രസ് പാർട്ടി തന്നെ. പക്ഷെ അത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് ബാധിക്കില്ല. പ്രത്യേകിച്ച് ഈ മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റായി ഇടതുപക്ഷത്തിന് കൂടുതൽ പോകാൻ സാധ്യതയില്ലേ? അങ്ങനെ BJP ചിന്തിക്കണില്ല. അന്നേരം അങ്ങനെ ഒരു സാഹചര്യം അവരങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കണില്ല. എന്തുകൊണ്ടാണ് ഏട്ടാ സുരേഷ് ഗോപി ഇങ്ങനെ വിജയിക്കും എന്ന് പറയാനുള്ള കാരണം? ഒന്ന്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവമുണ്ട്, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ് അത്. പിന്നെ പാർട്ടിക്ക് അവിടെ ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ തൃശ്ശൂർ ഗ്രോത്ത് ഉണ്ട്. ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഈ ആലത്തൂർ പോലുള്ള പ്രദേശങ്ങളിൽ? ആലത്തൂർ ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. ഞങ്ങൾ ഇവിടുത്തെ തൃശ്ശൂർ വന്നിട്ടുള്ളത്. തൃശ്ശൂർ പാർലമെന്റ് എനിക്ക് വോട്ടില്ല അവിടെ. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളൊക്കെ? സാധ്യത 100% ഉണ്ടാവും. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? പറയാൻ കാരണം ആളുടെ വ്യക്തിപ്രഭാവം, ആൾ ചെയ്യുന്ന നന്മയും കാര്യങ്ങളും എല്ലാ ആൾക്കാരുടെയും മനസ്സിൽ ആളൊരു നല്ലൊരു മനുഷ്യനായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആളെ മിക്കവാറും പാർട്ടി നോക്കിയിട്ടല്ല, ആളുടെ വ്യക്തിത്വത്തിന്റെ പേരിൽ മുമ്പിൽ ജയിക്കും. ഇപ്പോൾ ഈ നല്ല 2 സ്ഥാനാർത്ഥികൾ തന്നെയാണല്ലോ തൃശ്ശൂർ. ഇടതുപക്ഷത്തിന് VS സുനിൽകുമാറും കോൺഗ്രസിന് മുരളീധരൻ. അപ്പോൾ ഈ 2 സ്ഥാനാർത്ഥികളുടെ ഇടയിൽ സുരേഷ് ഗോപി രാഷ്ട്രീയപരമായിട്ട് വിജയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അത്യാവശ്യം മലയാളികൾക്ക് ബുദ്ധി വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് രണ്ട് പേര് ജയിച്ചു പോയാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നാണല്ലോ. BJP വീണ്ടും അധികാരത്തിൽ വരികയാണല്ലോ. അപ്പോൾ ജയിക്കേണ്ടത് ആരാണ്? സുരേഷ് ഗോപിയാണ് ജയിക്കേണ്ടത് തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തെ TN പ്രതാപൻ MPയുടെ പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് എന്താ അഭിപ്രായം? കൂടുതലും പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. അദ്ദേഹത്തിന് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ മാറ്റാണ്ടായ കാരണം അത് മുരളീധരനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെന്താ, അത്ര തന്നെ. ഈ മുരളീധരൻ ഇവിടെ സ്ഥാനാർത്ഥിയാവുന്ന സമയത്ത് അത് BJPക്ക് ഒരു ഭീഷണിയല്ലേ? ഇടതുപക്ഷം കൂടുതൽ വോട്ട് പിടിക്കാനുള്ള സാധ്യതയില്ലേ? ഒരിക്കലും ഇല്ല, അങ്ങനെയില്ല. ഒരിക്കലും ഇല്ല. അത് നമുക്ക് കാണാലോ, ജൂൺ 4 കാണാലോ. വലിയ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്.